ഇന്നിപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളും. ഒട്ടുമിക്ക ആളുകളും ഈ രണ്ട് പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും അവരവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെ പറ്റി കംപ്ലീറ്റ്ലി അവെയർ ആയിരിക്കില്ല. അതിൻ്റെ ചാർജുകളെ പറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ. അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ചാർജുകളും ബാങ്കിന് വെറുതെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമ്മൾ മോശമായിട്ട് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാവുകയും ചെയ്യും. സോ ഈ രണ്ട് പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ടും പലർക്കും പലതരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പല ഡൗട്ട്സും മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കമൻ്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലർക്കും ഈ സംശയങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ആക്ച്വലി അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങളുള്ള പലരും ഉണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കമൻസും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ക്രെഡിറ്റ് കാർഡ് നോക്കാം. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് KSFE പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ. നോർമലി ക്രെഡിറ്റ് കാർഡിന് അങ്ങനെ മർച്ചൻറ്റ് കാറ്റഗറി റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് KSFE പേയ്മെൻറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ആണെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ ഒരു മർച്ചൻറ്റ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ KSFE നിങ്ങളുടെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KSFE പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് യാതൊരുവിധ തടസ്സവും ഇല്ല. ഇൻഷുറൻസ് പേയ്മെൻറ്റ് ആണെങ്കിൽ ഒട്ടുമിക്ക ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റിന് ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡും റിവാർഡ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന മർച്ചൻറ്റ് ഗവൺമെൻറ് കാറ്റഗറി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ, അവരുടെ MCC കോഡ് ഗവൺമെൻറ് റിലേറ്റഡ് കാറ്റഗറി ആണെങ്കിൽ അതിന് ചിലപ്പോൾ എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പല ക്രെഡിറ്റ് കാർഡിലും ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷന് എക്സ്ട്രാ ചാർജ് ഈടാക്കും. ചിലപ്പോൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഇത്ര രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ഫ്രീ, അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ആ രീതിയിലായിരിക്കും. സോ അങ്ങനെ ഒരു ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കാനുള്ള സാധ്യതയുമുണ്ട്. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് KCB ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ. അതിനും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് KCB ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഒക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് എക്സ്ട്രാ ഒരു കൺവീനിയൻസ് ഫീസൊക്കെ ഈടാക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു അഡീഷണൽ ഫീസ് വന്നേക്കാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വൈസ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് ഒരു ക്യാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിൽ വരുന്നതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്. സോ പല കാർഡിലും ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഇത്ര രൂപ വരെയുള്ള ഈ ഒരു കാറ്റഗറി ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കൂ. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% ഒക്കെ ഒരു ട്രാൻസാക്ഷൻ ഫീസായിട്ട് ഈടാക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു എക്സ്ട്രാ ചാർജ് ഈടാക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 20,000 രൂപ വരെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷനാണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഫീസ് 1% ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കും. സോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് എന്തെങ്കിലും കൺവീനിയൻസ് ഫീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബില്ലിംഗ് സൈക്കിളിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. ഇങ്ങനെ രണ്ട് ചാർജസ് ആണ് വരാൻ സാധ്യതയുള്ളത്. അല്ലാത്ത പക്ഷം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് KCB ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. പിന്നെ വരുന്നൊരു കമൻ്റാണ്, ചില മർച്ചൻറ്റിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ അവർ അഡീഷണൽ ആയിട്ടൊരു പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു, അഡീഷണൽ ഒരു ചാർജ് വാങ്ങുന്നുണ്ട്. അത് ലീഗലാണോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ വാങ്ങുന്നത് ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലല്ല. ആക്ച്വലി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മർച്ചൻറ്റ് പേയ്മെൻറ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട് ആ ഒരു മർച്ചൻറ്റിന് കിട്ടുകയില്ല. ഒരു നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കാർ നെറ്റ്വർക്ക് അനുസരിച്ച് ഒരു 1.5% മുതൽ ഒരു 3% വരെ ഒരു എമൗണ്ട് കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. വലിയ വലിയ കോർപ്പറേറ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ചെറിയ എമൗണ്ട് കട്ടാകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ ചാർജ് ഒന്നും വാങ്ങുകയില്ല. പക്ഷേ ചെറിയ ചെറിയ മർച്ചൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് അവർക്ക് കിട്ടുകയില്ല. സോ അവരുടെ പ്രോഫിറ്റ് കുറയും, ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാം. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും ബാങ്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ചാർജ് അപ്ഫ്രണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ആ ഒരു മർച്ചൻറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ അവർ പറയുന്ന ആ ഒരു ചാർജ് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു മർച്ചൻറ്റ് വേറെ പേയ്മെൻറ്റ് മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യും, അത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ആ ഒരു പർട്ടിക്കുലർ മർച്ചൻറ്റിന് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സർവീസ് ചാർജ് എന്ന് പറയാം, ആ ഒരു ചാർജ് നമ്മുടെ കയ്യിൽ നിന്നും അവർ ഈടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലരെങ്കിലും വിചാരിച്ചിരിക്കുന്നത്
ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് പണം നൽകുന്ന ഒരു സോഴ്സ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ഒരു ലോൺ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കടമായിട്ട് പണം നൽകും. ആ ഒരു പണം നമ്മൾ കറക്റ്റ് ഡേറ്റ് അവർ ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റ് ഡ്യൂ ഡേറ്റ്, അതിന് മുമ്പായിട്ട് നമ്മൾ റീപേ ചെയ്യുകയും ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് അവർ പറയുന്ന ആ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനാൻസ് ചാർജും പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് നമുക്ക് പണം വെറുതെ ഇങ്ങോട്ട് വാരിക്കോരി നൽകുന്ന ഒരു ടൂളല്ല, അതൊരു ലോൺ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഫുൾ എമൗണ്ട് ഡ്യൂവിന് പകരം മിനിമം എമൗണ്ട് ഡ്യൂ അടക്കുന്നത്. പലരും ബില്ല് വരുമ്പോൾ നോക്കും അതിനകത്ത് 2 ഡ്യൂ എമൗണ്ട് ഉണ്ട്, മിനിമം ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളും ഉണ്ട്. ആക്ച്വലി നമ്മൾ പണം കടമായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം കൂടുതൽ കിട്ടുന്നു അത്രത്തോളം നല്ലതെന്ന് നമ്മൾ തിങ്ക് ചെയ്യും. പക്ഷേ നമ്മൾ തിരിച്ച് റീപേ ചെയ്യുന്ന സമയത്ത് എത്രയും കുറച്ച് നമുക്ക് റീപേ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് എന്നായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ബില്ല് നോക്കുമ്പോൾ അതിനകത്ത് കുറവ് ഡ്യൂ എമൗണ്ട് കാണുന്ന ആ ഒരു എമൗണ്ട് അടച്ച് മുന്നോട്ട് പോകും. പക്ഷേ ആക്ച്വലി അത് ഒരു മിസ്റ്റേക്കാണ്. മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. നമ്മൾ മിനിമം എമൗണ്ട് ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാവുകയില്ല, താൽക്കാലികമായിട്ട് അവർ സിബിലിൽ റിപ്പോർട്ട് ചെയ്യുകയില്ല. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസും ഒഴിവാക്കി കിട്ടും. പക്ഷേ നമുക്ക് ബാലൻസ് അടക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് നമ്മൾ പെർ ഡേ ബേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്രെഡിറ്റ് കാർഡുകളുടെയൊക്കെ ആനുവൽ ഇൻട്രസ്റ്റ് 45% വരെയൊക്കെയാണ്. സോ ഡെയിലി ബേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല. പിന്നീട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷന് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ഡേറ്റ് മുതൽ നമ്മൾ ആ ഒരു എമൗണ്ടിന് പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അറ്റ് ദ എൻഡ് നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫുൾ എമൗണ്ട് ഡ്യൂ അടയ്ക്കുക. മിനിമം എമൗണ്ട് എങ്ങനെയാണ് ഒരു ട്രാപ്പായിട്ട് മാറുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ ബട്ടണിൽ അടിച്ചാൽ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക. പിന്നെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഒരു ക്രെഡിറ്റ് കാർഡിൽ ഓൾറെഡി കടമായിട്ട് അത് തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചിലർ ഉപദേശിക്കും നീ വേറൊരു ക്രെഡിറ്റ് കാർഡ് കൂടി എടുക്കുക, എന്നിട്ട് അതിലെ പൈസ ഉപയോഗിച്ച് റോൾ ചെയ്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാമെന്ന്. പക്ഷേ അത് ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഡ്യൂ ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് ആ ഒരു ബിൽ എമൗണ്ട് നിങ്ങൾ റീപേ ചെയ്ത് ഒഴിവാക്കുക. അത് ബാലൻസ് ചെയ്യാനായിട്ട് റോൾ ചെയ്യാനായിട്ട് വീണ്ടും ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് റോൾ ചെയ്ത് പോകാതിരിക്കും. അറ്റ് ദ എൻഡ് നിങ്ങൾ കൂടുതൽ വലിയ കടക്കണിയിലേക്ക് പോയി പെടുകയായിരിക്കും ചെയ്യുന്നത്. 2 ക്രെഡിറ്റ് കാർഡിൽ നിന്നും റോൾ ചെയ്യും, പിന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കും. അങ്ങനെ റോൾ ചെയ്ത് അറ്റ് ദ എൻഡ് ഒരു വലിയ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും. സോ അങ്ങനെയുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഒരു ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഡെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ വല്ല പേഴ്സണൽ ലോൺ എടുത്തു ഇല്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങിയോ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കടം വീഡിയോ ക്രെഡിറ്റ് കാർഡ് അങ്ങ് ഉപേക്ഷിച്ചേക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാന്ന് മനസ്സിലാക്കുക. ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ എടുത്ത ഒരു പേഴ്സണൽ ലോൺ ആണെങ്കിൽ ചെറിയൊരു EMI വെച്ച് അടച്ച് അത് ക്ലോസ് ചെയ്യുക. ആ രീതിയിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലാതെ ഒരു ക്രെഡിറ്റ് കാർഡിൽ കടമായി കഴിഞ്ഞാൽ വേറൊരു ക്രെഡിറ്റ് കാർഡ് പോയി എടുക്കുന്നത് മണ്ടത്തരമാണെന്നേ പറയൂ. അങ്ങനെ എടുത്ത് കടത്തിലായി പോയവരായിരിക്കും കൂടുതൽ ആളുകളും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കും. പക്ഷേ രണ്ട് കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന തുക ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റണം. മിനിമം എമൗണ്ട് ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും. നമുക്കത് പറ്റിയ ഒരു ടൂളല്ല. വൈകാതെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാവുകയും ചെയ്യും. നമുക്ക് ഫുൾ എമൗണ്ട് ഡ്യൂ കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്ടിലൈസേഷൻ എപ്പോഴും 30% താഴെ മാത്രമായിട്ട് കീപ്പ് ചെയ്യാനും സാധിക്കണം. ഈ 2 കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും.